നമസ്കാരം. മലയാളത്തിലെ എണ്ണമറ്റ ന്യൂസ് ചാനലുകളുണ്ട്. ഇനിയും പുതിയ ന്യൂസ് ചാനൽ വരാൻ പോകും. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകൻ, ഒരു പ്രമുഖ ന്യൂസ് ചാനലിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞു, ഓരോ ദിവസവും മധ്യാഹ്നമാകുമ്പോൾ ഒരു ഭയങ്കര ടെൻഷനാണ്. ഇന്ന് ചർച്ചയ്ക്ക് എന്ത് വിഷയമാണ് എടുക്കേണ്ടത്? പ്രധാന വിഷയങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ അവർക്ക് ആധിയാണ്. കാരണം ചാനൽ ചർച്ചയിൽ എന്തെങ്കിലും ഒരു ബോംബിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ചാനൽ റേറ്റിംഗ് ഉണ്ടാവില്ല. ബാർക്ക് റേറ്റിംഗിൽ വളരെയധികം താഴെ പോകും. മത്സരമാണല്ലോ ഇവിടെ ചാനലുകൾ തമ്മിൽ. അങ്ങനെ ഓരോ ചാനലും ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ബോംബ് വർഷിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിൽ മാധു സജി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക നയിക്കുന്ന ചർച്ചയിൽ മലയാളം കണ്ട ഒരു വലിയ കാഴ്ചയുണ്ട്. CPM-ന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് K. അനിൽകുമാർ, കോട്ടയംകാരനാണ് കേട്ടോ. അദ്ദേഹം നിരന്തരമായി എല്ലാ ചാനലിലും CPM-ന് വേണ്ടി പ്രചാരകനായി വാഗ്വാദത്തിന് വരുന്നയാളാണ്. പിന്നീട് ആ ചർച്ചയിൽ സന്ദീപ് വാര്യരുണ്ടായിരുന്നു, ഒരു സാമൂഹ്യ നിരീക്ഷകൻ പുഴങ്കരയുണ്ടായിരുന്നു. സംസാരത്തിനിടയിൽ ഈ പുഴങ്കര ഒരു കാര്യം പറഞ്ഞു, അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ്. പിന്നെ കണ്ടത് K. അനിൽകുമാർ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നു, ഈ തെമ്മാടി കൂട്ടങ്ങളുടെ കൂടെ ചർച്ചയ്ക്കിരിക്കാൻ ഞാനില്ല. തെമ്മാടികളാണ്. മാധു സജി ഇടപെട്ടു. തെമ്മാടി എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ഈ ചർച്ചയിലിരിക്കുന്ന എല്ലാവരും തെമ്മാടികളാണ് എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ വാക്ക് പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ടും അനിൽകുമാർ പിൻവലിച്ചില്ല. ഇതാണ് CPM-ന്റെ പ്രതിനിധികളുടെ പ്രധാന കാര്യം. തെറ്റ് ചെയ്താൽ പോലും അവർ സമ്മതിക്കില്ല, തെറ്റാണെന്ന് അംഗീകരിക്കില്ല, നിരന്തരമായി മറ്റുള്ളവരെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ചാനലിൽ PK ഗോപൻ അദ്ദേഹം പറയുകയാണ്, ചാനൽ മറ്റൊന്നുമല്ല മീഡിയ വണ്ണാണ്. അതിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് സമയം കൊടുത്തില്ലത്രേ. നിങ്ങൾ സമയം എന്തിനാണ് ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നത്? അക്കാര്യം പറഞ്ഞുകൊണ്ട് 10 മിനിറ്റോളം നിങ്ങൾ സമയം പറയണം, നിങ്ങൾ സമയം ശരിയായി കൊടുക്കണം. ഞങ്ങൾക്ക് സമയം തരുന്നില്ല. കാരണം ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. അതിനുവേണ്ടി CPM കൊടുക്കുന്ന ക്യാപ്സൂളാണ്. നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്നില്ലെങ്കിൽ ചാനലുകാരോട്, ആങ്കറോട് ദേഷ്യപ്പെടുക, അവർക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവരെ വെല്ലുവിളിക്കുക. ഇത് CPM AK സെൻറ്ററിൽ നിന്ന് കൊടുക്കുന്ന ക്യാപ്സൂൾ ആവാനാണ് വഴി. എന്തായാലും ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സമയത്തെ ഹോട്ട് ന്യൂസ് ആയിരുന്നല്ലോ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭവും മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതും ബലാത്സംഗം ചെയ്തതുമൊക്കെ. ഇന്ന് എവിടെയാണ് ആ കേസ്? ഇന്ന് എവിടെയാണ് രാഹുൽ മാങ്കൂട്ടം? ഒരു ചാനലുകാർക്കും ഒരു മാധ്യമപ്രവർത്തകർക്കും ആ വിഷയം അറിയേണ്ട. കാരണം പിന്നീട് ദിലീപിൻ്റെ വിധി വന്നു, പിന്നീട് പുതിയ സ്വർണ്ണക്കൊള്ള വന്നു, പുതിയ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുതിയ ആളുകളെ ആരെ അറസ്റ്റ് ചെയ്യും? അവർ പ്രാർത്ഥിക്കുകയാണ്, ആരെയെങ്കിലുമൊക്കെ അറസ്റ്റ് ചെയ്യണേ. D-മണി വന്നപ്പോൾ അത് ഒരു വാർത്തയായി, വിഷയമായി. രാഹുൽ മാങ്കൂട്ടത്തിനെ വിസ്മരിച്ചു പോയി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ കേസ്, ബാംഗ്ലൂരിൽ നിന്നുള്ള പെൺകുട്ടി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ആ കേസ് എന്തായി? കേസ് എടുത്തു. ആ പെൺകുട്ടി നേരിട്ട് പരാതി കൊടുത്തു. SITയുടെ മുമ്പിൽ അവർ പ്രത്യക്ഷപ്പെട്ടു. ഒരു മീഡിയയും ആ കാര്യം പറയുന്നില്ല. ഞങ്ങൾ സാധാരണ ജനങ്ങൾക്ക് അത് അറിയാൻ ആഗ്രഹമുണ്ടെന്നേ. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങളങ്ങ് വിസ്മരിച്ച് കളയരുത്. കാരണം കുറേ കാലം പോസ്റ്റ്മോർട്ടം ചെയ്യുകയും റീപോസ്റ്റ്മോർട്ടം ചെയ്യുകയൊക്കെ ചെയ്തതല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലായിരുന്ന സമയത്ത് സെഷൻസ് കോടതി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ച സമയത്ത് അദ്ദേഹം കാസർഗോഡ് ഉദുമ കോടതിയിൽ ഹാജരാകുന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങളും പോലീസുകാരും എല്ലാവരും ഉദുമ കോടതിയുടെ മുമ്പിൽ രാത്രി 7 മണി മുതൽ തമ്പടിച്ചിരുന്നു. അന്ന് ഞാൻ 24 ന്യൂസിൽ കണ്ടതാണ്. ഹാഷ്മി നയിക്കുന്ന ഒരു ന്യൂസ് ചർച്ചയിൽ ഞാൻ കാണുകയാണ്, രാഹുലിനെ പൊക്കി, ഒളിവിടത്തിൽ നിന്ന് രാഹുലിനെ പൊക്കി, രാഹുൽ പിടിയിൽ, പോലീസ് കസ്റ്റഡിയിൽ എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു സത്യം? രാഹുലിനെ അന്ന് പൊക്കിയോ? രാഹുലിനെ അന്ന് അറസ്റ്റ് ചെയ്തോ? അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ വ്യാജമായ വാർത്തകൾ സൃഷ്ടിച്ചുവിടാൻ കഴിയുന്നത്? ബാർക്ക് റേറ്റിംഗിൽ ഒന്നാമതെത്താൻ വേണ്ടി ആദ്യം ഞങ്ങളാണ് ഈ ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടി മാധ്യമങ്ങൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോൾ സജീവമായി നിൽക്കുന്ന പല ന്യൂസുകളും പല ചർച്ചകളും പല വിഷയങ്ങളും ഇതുപോലെ വിസ്മരിക്കപ്പെടും. എന്നാൽ അന്ന് ആ മനുഷ്യർ അനുഭവിക്കുന്ന പീഡനമുണ്ടല്ലോ, 8.5 വർഷം ദിലീപ് അനുഭവിച്ചതുപോലെ, കുറച്ചു കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ അനുഭവിച്ചതുപോലെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റിന് വേണ്ടിയാണ് ശിക്ഷ അനുഭവിക്കുന്നത്, മനസ്സിലാക്കാം. ഒരു തെറ്റും ചെയ്യാതെ 8.5 വർഷം ദിലീപ് അനുഭവിച്ച ഒരു മാനസിക വ്യഥയുണ്ടല്ലോ. 10-80 ദിവസം ഒരേ വിഷയം തന്നെയാണ് ഏഷ്യാനെറ്റ് ചർച്ച ചെയ്തിരുന്നത്. ബിനു വി ജോണാണ് ദിലീപിനെ കുറിച്ചുള്ള ആ ചർച്ച നയിച്ചിരുന്നത്. അവരെല്ലാം ഒന്നടങ്കം മാധ്യമങ്ങളെല്ലാവരും ദിലീപ് കുറ്റക്കാരനാണെന്ന് പറഞ്ഞു. കാരണം അവർക്ക് അങ്ങനെ പറഞ്ഞാലേ നിലനിൽപ്പുള്ളൂ. ഒരാൾ കുറ്റവാളിയാണ് എന്ന് ചിലർ പറഞ്ഞു കഴിയുമ്പോൾ ഈ മാധ്യമങ്ങൾ അവരെ കുറ്റവാളിയാക്കി ചിത്രീകരിക്കും. അവർ കുറ്റവാളിയാണ് എന്ന് ഇവർ സമർത്ഥിക്കും. അതിന് കോടതിയുടെ വിധിന്യായമൊക്കെ പുല്ലുവിലയാണ്. കോടതി തെറ്റുകാരനല്ല എന്ന് പറഞ്ഞിട്ടും ഇവിടെ മാധ്യമങ്ങളും സാമൂഹ്യ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളായ സാഡിസ്റ്റുകളും ഒന്നടങ്കം പറയുന്നു അയാൾ കുറ്റവാളിയാണ്. CPM-ന്റെ 2 പ്രതിനിധികൾ പത്മകുമാറും വാസുവും അകത്ത് കിടക്കുന്നു. അവരാണ് ഇപ്പോഴത്തെ ഇരകൾ, മാധ്യമങ്ങളുടെ ഇരകൾ.
കള്ളൻ വാസു എന്നാണ് വിളിക്കുന്നത്. ശരിയായിരിക്കാം, അവിടെ ഇരുന്ന് എന്തെങ്കിലും തരത്തിലുള്ള വഴിവിട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അവിടെയും ഞാൻ ചോദിക്കുന്നു, കോടതി നാളെ അവരെ വെറുതെ വിട്ടാൽ അവർ കുറ്റവാളികളല്ല എന്ന് പറഞ്ഞാൽ മീഡിയയിലിരുന്ന് ഈ പറഞ്ഞവരൊക്കെ അത് തിരുത്തി പറയും? ഒരിക്കലും പറയില്ല. ഇത്രയും സോഷ്യൽ മീഡിയയോ ചാനലുകളോ ഇല്ലാതിരുന്ന കാലത്തായിരുന്നു നമ്പിനാരായണൻ പ്രതിയാക്കപ്പെട്ടത്. ആ നമ്പിനാരായണനെ കോടതി വെറുതെ വിട്ടപ്പോൾ, അയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞപ്പോൾ, അന്ന് പ്രധാന പത്രങ്ങളുടെ ഒരു ചെറിയ കോളം വാർത്തയായിരുന്നു അയാളെ വെറുതെ വിട്ടുവെന്നത്. എന്നാൽ ഫ്രണ്ട് പേജിൽ വെണ്ടയ്ക്ക നിരത്തി ചാരപ്രവൃത്തി ചെയ്ത ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിച്ചപ്പോൾ ഇവരാരും നീതിയുടെ കരങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന് കണ്ടില്ല. അതാണ് ഇന്ന് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും ഒരുപാട് മാധ്യമപ്രവർത്തകർ ഇറങ്ങിയിരിക്കുന്നു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ഇറങ്ങിയിരിക്കുന്നു. അവർ കട്ടായം പറയുന്നു ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന്. എന്നാൽ പിന്നീട് അത് ശരിയല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഊളിയിട്ടൊരു പോക്കാണ്. അവരുടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ആദ്യം ഈ വ്യാജ വാർത്ത കേട്ട ജനങ്ങളുടെ മനസ്സിൽ അത് അടിയുറച്ചു പോകുന്നു. അവർ ഇവരെയെല്ലാം കുറ്റവാളികളായി കാണുന്നു. വീണ്ടും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വരികയാണ്. ഒരു മനുഷ്യൻ്റെ രാഷ്ട്രീയ ഭാവി കളഞ്ഞു, അത് അവൻ്റെ കയ്യിലിരിപ്പ് എന്ന് പറഞ്ഞേക്കാം. എന്നാൽ മാധ്യമങ്ങൾക്ക് ഇന്നത് വേണ്ടേ? കാരണം വാർത്ത പഴകിപ്പോയി. ഈ സമൂഹത്തോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ചാനലുകൾ കാണുമ്പോൾ, നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുമ്പോൾ അതിൽ പറയുന്നതെല്ലാം അപ്പടി വിഴുങ്ങരുത്. അങ്ങനെ തന്നെ മനസ്സിലേക്ക് കയറ്റി വെക്കരുത്. നമ്മൾ ചിലപ്പോൾ തമാശയ്ക്ക് പറയാറില്ലേ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന്? വാട്സപ്പിൽ ഒരുപാട് അറിവുകൾ വരാറുണ്ട്. രോഗത്തെക്കുറിച്ച്, രോഗനിർണയത്തെക്കുറിച്ച്, ചില രോഗം പോകാൻ വേണ്ടി കഴിക്കേണ്ട മരുന്നുകളെക്കുറിച്ച്, പച്ചക്കറികളെക്കുറിച്ച്, ഫ്രൂട്ട്സിനെക്കുറിച്ച്. ഇതൊക്കെ റീച്ച് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലേക്ക് ഏറ്റെടുത്ത് അതാണ് ശരി എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമുണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ ചാനലുകളും മറ്റ് മാധ്യമങ്ങളും എല്ലാം നിങ്ങൾ സെൻസർ ചെയ്യേണ്ടതുണ്ട്. സെൻസർ ചെയ്ത് മാത്രം നിങ്ങളതിനെ സമീപിക്കുക. പല വാർത്തകളും വ്യാജമായിരിക്കും, പല വാർത്തകളും സെൻസേഷണലായിരിക്കും. അത് റീച്ച് കൂട്ടാൻ വേണ്ടി, അവരുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ വെറുതെ വിട്ട് പുതിയ ആളുകളിലേക്ക് പോയിട്ടുള്ള ചാനലുകളോട് നന്ദി പറയുന്നു. ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നല്ലോ. താങ്ക് യു.